ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടോടെ നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാമെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗവും ഇതിൻ്റെ കൈയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരയ്ക്കാനുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പെൻസിൽ ആർട്ട്ലൈൻ്റെ 10B പെൻസിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നല്ല ഡാർക്ക്നെസ് വരുന്നൊരു ഡ്രസ്സാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ 10B തന്നെ ഉപയോഗിക്കുക. അപ്പം ഓരോ ബോക്സ് നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഡ്രസ്സ് വരയ്ക്കുമ്പോൾ താടിയുടെ ഭാഗങ്ങൾ സെറ്റ് ആയിക്കൊള്ളുന്നു. അതായത് താടിയുടെ കുറച്ച് നരച്ച താടി വരുന്ന ഭാഗം എന്ന് പറഞ്ഞില്ലേ, താഴം കൊണ്ട്. അപ്പം നമുക്കത് ഡ്രസ്സ് വരച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഫോട്ടോ കാണുന്നത് എങ്ങനെയാണ് ആ രീതി തന്നെ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇപ്പോൾ നമുക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഭാഗങ്ങൾ താടിയുടെ ഭാഗം നമുക്ക് അവിടെ ഫോട്ടോ കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നില്ലേ ആ ഡ്രസ്സ് വരയ്ക്കുമ്പം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡ്രസ്സ് വരയ്ക്കുമ്പോൾ ആ താടിയുടെ ഭാഗം സെറ്റായി വന്നോളൂ എന്ന്. അപ്പോൾ ഇത് നല്ല സമയത്ത് തന്നെ ചെയ്യുക. ഷെയ്ഡ് ഒരുപാട് കട്ടിക്ക് ചെയ്യേണ്ട. ഞാനിപ്പം വലിയ ഇതായിട്ട് ഡ്രസ്സിൻ്റെ ഇതായി ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ നല്ല സമയത്ത് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിട്ടാൽ മതി. നമുക്ക് മുഖ്യമായിട്ടും ഫേസാണ് നല്ല ക്ലിയറായിട്ട് കിട്ടേണ്ടത്. അപ്പം അത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇതായിട്ട് വന്നില്ലേ പോലും മാക്സിമം ഫേസ് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫോട്ടോയ്ക്ക് മൊത്തത്തിൽ എന്തോ ഒരു കമൽഹാസൻ്റെ ഫേസിൽ എന്തോ ഒരു ഇത് വന്നാലും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എന്താണെന്നറിയില്ല, നമുക്ക് ഫേസിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ താടി മുടിയെല്ലാം വന്നത്തേക്ക് നല്ലൊരു മൊത്തം ലുക്കുള്ള ഫേസാണ്. ഇപ്പോൾ കമൽഹാസൻ്റെ ഡ്രോയിങ് ഞാൻ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കമൽഹാസൻ്റെ മുമ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചില ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചിലതാണെങ്കിൽ അത്ര നമ്മൾ പ്രൊഫഷണലായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരാളെ തന്നെ ഒരു 3-4 പ്രാവശ്യം വരച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരയ്ക്കാൻ പെട്ടെന്നൊരു ടാലൻറ്റ് കിട്ടും. പക്ഷേ ചിലത് അത്ര ഇതായിട്ട് കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല, കമൽഹാസനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കുറച്ചുകൂടി ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരാളെ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒരു ഫോട്ടോ കിട്ടി അങ്ങനെ ചെയ്തു പോയതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ ഓരോന്നും ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ആ ഭാഗം നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വലുതായിട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പം ഈ ഒരു ഭാഗം, ഈ തോക്കിൻ്റെ ഈ ഭാഗവും കൈയുടെ കുറച്ചും കൂടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊരു ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 4ാമത്തെ പാർട്ടാണ്. ഇപ്പോൾ ഇത് മുമ്പ് 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പാർട്ട് നിങ്ങൾ വരച്ച് നോക്കി കമൻറ്റ് ചെയ്യുക. പിന്നെ വരച്ച് നോക്കിയ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം. ഞാനത് അടുത്ത വീഡിയോ ഇടുമ്പം ആ വീഡിയോയ്ക്ക് അത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ വരച്ചതൊക്കെ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ചോദിക്കാം. നിങ്ങൾക്ക് രണ്ടിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാവുള്ളവർ. ഇല്ല, ഞാൻ 10B പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പെൻസിൽ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 10B തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ നോക്കട്ടെ, കമൻറ്റ് നിങ്ങൾ ഇട്ടൊക്കെ നോക്കിയായിരിക്കും ഞാൻ പോകുന്നത്. ഓരോന്നും കമൻറ്റ് ഇട്ടേക്കുന്ന ഓരോന്നും ഫോളോ ചെയ്ത് ഞാൻ വരച്ചാണ് പോകുന്നത്. ഇപ്പം അടുത്ത വീഡിയോ ഞാൻ കമൻറ്റ് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും. അപ്പം ഈ 4 പാർട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം ഇൻസ്റ്റാഗ്രാം വഴി.